സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈബിൾ സ്പന്ദനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പോകുന്നത് നാളത്തെ സുവിശേഷമാണ്. നാളത്തെ സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് യേശുനാഥൻ താൻ സന്ദർശിക്കുവാനിരുന്ന നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ദൈവരാജ്യം പ്രഘോഷിക്കുവാനായിട്ട് 72 പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്ന സംഭവമാണ്. 7 സുപ്രധാനമായ സ്ഥലങ്ങളിൽ യേശുനാഥൻ ഉപയോഗിക്കുന്ന വളരെ മനോഹരമായ 2 വാക്കുകളാണ് എന്നെ അനുഗമിക്കുക എന്നുള്ളത്. ഞാനും ക്രിസ്തുവും തമ്മിലുള്ള അകലം എപ്രകാരമാണ്, അല്ലെങ്കിൽ എത്ര ദൂരമാണ്, അല്ലെങ്കിൽ ഞാനും ക്രിസ്തുവും തമ്മിലുള്ള അടുപ്പം എത്രയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ യേശുനാഥൻ്റെ ഈ എന്നെ അനുഗമിക്കുക എന്ന ഈ വചനത്തിന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് നടത്തുന്ന മറുപടിയാണ് യേശുവും ഞാനും തമ്മിലുള്ള അകലവും അടുപ്പവും നിശ്ചയിക്കുന്നത്. 7 വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് യേശുനാഥൻ ഈ എന്നെ അനുഗമിക്കുക എന്ന ഈ 2 വാക്കുകൾ ഉപയോഗിക്കുന്നത്. 7 എന്നുള്ളത് തന്നെ വളരെ സുപ്രധാനമാണ്. അതൊരു സമ്പൂർണ്ണതയുടെ പ്രതീകമാണ്. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് വരുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വവും 4 ദിക്കുകളും ഒരുമിച്ച് വരുന്ന ഒരു സമ്പൂർണതയാണ് ഈ 7 കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് യേശുനാഥൻ 7 സുപ്രധാനമായ പശ്ചാത്തലങ്ങളിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതിന് സാധാരണ നമ്മൾ നൽകുന്നതിനേക്കാൾ ഉപരിയായി ഒരു സമ്പൂർണതയുടെ ഒരു ലാഞ്ചന അതിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമ്മളിത് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19-20 വാക്യങ്ങളിലാണ്. ഈ തിബേരിയോസ് കടൽ തീരത്ത് ആ കരയിലൂടെ നടന്നു വരുന്ന യേശുനാഥൻ അവരെ കണ്ടിട്ട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക എന്ന്. എന്നെ അനുഗമിക്കുക എന്ന് അവരോട് പറയുമ്പോൾ അവർ വലകളെല്ലാം ഉപേക്ഷിച്ച് ഉടൻ തന്നെ യേശുനാഥനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് സുവിശേഷത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. അവരുടെ തൊഴിലും തൊഴിലിടങ്ങളും അവരുടെ തൊഴിൽ ഉപകരണങ്ങളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുനാഥൻ്റെ ഈ 2 വാക്ക് കേട്ടുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിനകത്താണ്. അവിടെ ഇതുപോലെ തന്നെ യേശുനാഥൻ നടന്നു പോകുമ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന ലേവിയോട് എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ലേവി തൻ്റെ ചുങ്കസ്ഥലവും ചുങ്കം പിരിവും എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുനാഥനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിനകത്താണ്. ആ 43-ാമത്തെ വാക്യത്തിനകത്ത് യേശുനാഥൻ ഫിലിപ്പോസിനെ കണ്ടപ്പോൾ ഫിലിപ്പോസിനോട് പറയുകയാണ് എന്നെ അനുഗമിക്കുക എന്ന്. ആ ഫിലിപ്പോസ് ആകട്ടെ ഉടൻ തന്നെ യേശുവിനെ അനുഗമിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരാളെ കൂടി യേശുനാഥൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. യേശുനാഥൻ ജനിച്ച സ്ഥലത്തെയും നഗരത്തെയും ഒക്കെ പറ്റി വളരെ മോശമായി ചിന്തിക്കുന്ന നഥനായേൽ, നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിനകത്ത് ഈ ഫിലിപ്പോസ് നഥനായേലിനെ യേശുവിൻ്റെ അടുത്തേക്ക് വിളിക്കുമ്പോൾ നഥനായേൽ പറയുന്നതാണ്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന്. അങ്ങനെ നസ്രത്തിനെ പറ്റി ഇത്രയും മോശമായി ചിന്തിച്ചിരുന്ന ഈ നഥനായേൽ യേശുനാഥനെ കണ്ടുമുട്ടുമ്പോൾ ഉടൻ തന്നെ യേശുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് ഇഴുകിച്ചേരുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. 4-ാമതായിട്ട് നമ്മൾ ഈ വചനം കാണുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിനകത്താണ്. അവിടെ യേശുനാഥൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വേറൊരുത്തർ വന്ന് യേശുവിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗമിക്കാം, അതിനു മുമ്പ് എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരുവാനായിട്ട് എന്നെ വീട്ടിലേക്ക് അയക്കണം എന്ന് പറയുമ്പോഴാണ് യേശുനാഥൻ പറയുന്നത്, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവരെ തന്നെ സംസ്കരിച്ചു കൊള്ളട്ടെ എന്ന്. ഇവിടെയൊക്കെ നമ്മൾ 5-ാമതായിട്ട് നമ്മൾ ഈ വചനം കാണുന്നത് യേശുനാഥൻ പറയുന്നതാണ്, പൂർണ്ണത കൈവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ സമ്പാദിച്ചു കൂട്ടിയതും മുറുകെ പിടിച്ചിരിക്കുന്നതും അടച്ചു വച്ചിരിക്കുന്നതുമായിട്ടുള്ളതെല്ലാം തുറന്ന് ദരിദ്രർക്ക് ദാനം ചെയ്തിട്ട് എന്നെ അനുഗമിക്കുക എന്ന് യേശുനാഥൻ പറയുന്നുണ്ട്. 6-ാമതായിട്ട് ഈ വചനം നമ്മൾ കാണുന്നത് വിശുദ്ധ പത്രോസിനോടാണ്. തിബേരിയസ് കടൽ തീരത്ത് ഏറ്റവും അവസാനമായിട്ട് യേശുനാഥൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അവിടെ വെച്ച് യേശു ഈ പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിക്കുകയും അത് യേശുനാഥനെ പത്രോസ് സ്നേഹിക്കുന്നുവെന്ന് ഉറപ്പാക്കിയതിനു ശേഷം പത്രോസിനോട് പറയുന്നതാണ്,
നീ എന്നെ അനുഗമിക്കുക. അവിടെ പത്രോസ് യേശുനാഥനെ അനുഗമിക്കുക. ഏറ്റവും ഒടുവിൽ ഈ വചനം നമ്മൾ കാണുന്നത് യേശുവും പരിവാരവും നടന്നു പോകുമ്പോൾ തൊട്ട് പിന്നാലെ വരുന്ന ഒരു ശിഷ്യനെ നോക്കി പത്രോസ് ഇവൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ യേശുനാഥൻ പറയുന്ന മറുപടിയാണ്, ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിലും നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്കുക എന്നാണ്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഈ 7 സുപ്രധാനമായ സ്ഥലങ്ങളിൽ 7 വ്യക്തികളോട് യേശുനാഥൻ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ അനുഗമനത്തിനും ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാറ്റിലും അവർ യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അനുഗമിക്കാതെ തിരികെ പോകുന്നത് അവൻ വിഷണ്ണനായി തിരികെ പോയെന്ന് എഴുതിയിരിക്കുന്ന ഒരേ ഒരു സാഹചര്യം എന്നുള്ളത് ഈ ഭൗതിക സമ്പത്തെല്ലാം മുറുകെ പിടിച്ചിരിക്കുന്ന, അവിടെ എഴുതിയിരിക്കുന്നത് അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു എന്നാണ്. ആ മനുഷ്യൻ മാത്രമാണ് നിരാശനായിട്ട് യേശുനാഥനെ വിട്ട് തിരികെ പോകുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാനും ക്രിസ്തുവും തമ്മിലുള്ള അടുപ്പം എത്രയാണെന്ന്, ഞാനും ക്രിസ്തുവും തമ്മിലുള്ള അകലം എത്രയാണെന്ന് വിശകലനം ചെയ്യണമെങ്കിൽ നമ്മുടെ ആരാധനകളോ പ്രാർത്ഥനകളോ ദാനധർമ്മങ്ങളോ ഒന്നും നമ്മൾ ചിന്തിക്കാൻ പോകണ്ട. യേശുനാഥൻ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന എന്നെ അനുഗമിക്കുക എന്ന ഈ വചനത്തിന് നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളുകൊണ്ട് നമ്മൾ നൽകുന്ന ഉത്തരമാണ്, ഞാൻ ക്രിസ്തുവുമായിട്ട് അടുത്താണോ, ഞാൻ ക്രിസ്തുവുമായിട്ട് അകലെയാണോ എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, പത്രോസിനെയും സംഘത്തിനെയും വിളിച്ചപ്പോൾ അവരുടനടി അവരുടെ പിതാവിനെയും മാതാവിനെയും വള്ളവും വലയും കടലും തീരങ്ങളും എല്ലാം വിട്ടിട്ട് യേശുനാഥനെ അനുഗമിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ലേവിയെ ചെന്ന് വിളിക്കുമ്പോൾ വളരെ സമൃദ്ധമായിട്ട് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആ ഹൽപ്പയുടെ പുത്രനെ ലേവിയെ യേശുനാഥൻ വിളിക്കുന്നത്. എന്തിനെന്നോ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുവാനായിട്ടാണ്. ആ ദൈവരാജ്യം പ്രസംഗിക്കുവാനായിട്ട് ധാരാളം സമ്പത്ത് വൻമുമ്പിലിരിക്കുമ്പോൾ അതെല്ലാം ഇട്ടിട്ട് എഴുന്നേറ്റ് പോകുന്ന ലേവിയെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പിൽക്കാലത്ത് മത്തായിയായി പരിണമിക്കപ്പെടുന്ന ഈ ലേവി. മൂന്നാമതായിട്ട് നമ്മൾ ഫിലിപ്പോസിനെ വിളിപ്പിക്കുമ്പോൾ ഫിലിപ്പോസ് യേശുനാഥൻ തന്നെ വിളിച്ചതിൻ്റെ ആനന്ദത്താൽ നിറഞ്ഞ് ആ ആനന്ദം പങ്കുവയ്ക്കുവാനായിട്ട് ഉടനെ തന്നെ തൻ്റെ സുഹൃത്തായ നഥാനയേലിനെ വിളിച്ച് യേശുനാഥൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ യേശുവിൻ്റെ അടുത്തേക്ക് ഫിലിപ്പോസ് മാത്രമല്ല നഥാനയേലിനെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത്, എന്നെ അനുഗമിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാണുന്നിടത്ത് പത്രോസിൻ്റെ അടുത്ത്, ഈ പത്രോസിനെ അജപാലകനാക്കിയതിന് ശേഷം യേശുനാഥൻ അവനോട് പറയുന്നതാണ് എന്നെ അനുഗമിക്കുക എന്ന്. അത് ഏറ്റവും ഒടുവിൽ യേശുവിൻ്റെ പിന്നാലെ വരുന്ന ശിഷ്യനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് യേശുനാഥൻ താൻ സന്ദർശിക്കാനിരുന്ന ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും 2 പേരെ വീതം 72 പേരെ തിരഞ്ഞെടുത്ത് അയക്കുകയാണ്. ആ 72-ൽ ഒന്ന് ഞാനാണോ? എൻ്റെ കുടുംബത്തിൽ നിന്ന് യേശുനാഥൻ നമ്മെ നോക്കി പറയുന്ന എന്നെ അനുഗമിക്കുക എന്ന യേശുനാഥൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മറുപടി നൽകേണ്ട ഈ വചനത്തിന് ഞാൻ എന്ത് പ്രത്യുത്തരമാണ് നൽകുന്നത്? ഞാൻ അതേയാണെന്നാണ് പ്രത്യുത്തരമെങ്കിൽ, യേശുനാഥൻ്റെ ഹിതം നിറവേറ്റുന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന, നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒടുവിലത്തെ 28-ാം അധ്യായത്തിനകത്ത് യേശുനാഥൻ എപ്പോഴും എല്ലാ ശിഷ്യന്മാരോടും പറയുന്നതാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ മനുഷ്യരെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ പഠിപ്പിച്ചതെല്ലാം അനുകരിക്കുവാനും അനുസരിക്കുവാനും അവരെ പഠിപ്പിക്കുകയും ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, ഈ ത്രിമാന ദൗത്യങ്ങളാണ് ഈ എന്നെ അനുഗമിക്കുക എന്ന വചനങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ഇതിന് നമുക്ക് അനുകൂലമായ ഉത്തരം നൽകി യേശുവിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ദൈവരാജ്യം പ്രഘോഷിക്കുവാനായിട്ട്, ദൈവരാജ്യം വിപുലപ്പെടുത്തുവാനായിട്ട്, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം നമ്മുടെ ഭവനങ്ങൾ എന്നിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ഭവനങ്ങളിൽ പങ്കുവച്ച്, നമ്മുടെ കുടുംബ യൂണിറ്റുകളിൽ പങ്കുവച്ച്, നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ശിഷ്യന്മാരെ പോലെ നമുക്കും, ഒരുപക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചായിരിക്കാം ഈ വചനം കേൾക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലത്ത് വെച്ചായിരിക്കാം എന്നെ അനുഗമിക്കുക എന്ന വചനം കേൾക്കുന്നത്. ആ വചനത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മറുപടി നൽകണം. എഴുന്നേറ്റ് കർത്താവിൻ്റെ കൂടെ പോകുവാനായിട്ട്, വചനം വായിക്കുവാനായിട്ട്, വിശുദ്ധ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട്, എല്ലാവിധ ഭക്താഭ്യാസങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ സ്വീകരിച്ച് നല്ല ഉത്തമ ക്രൈസ്തവ ശിഷ്യരായി തീരുവാനായിട്ട്
യേശുനാഥൻ്റെ എന്നെ അനുഗമിക്കുക എന്ന ഈ വചനത്തിന് ഇതാ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞ അപ്പോസ്തലന്മാരെ പോലെ, അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞ പ്രവാചകന്മാരെ പോലെ നമുക്കും ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന യേശുനാഥൻ്റെ ഈ വചനത്തിന് എഴുന്നേറ്റ് ക്രിസ്തുവിൻ്റെ പിന്നാലെ ചെല്ലുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ ക്രിസ്തു അനുഭവം, ക്രിസ്തുവും ഞാനും തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ട് ഞാനും ക്രിസ്തുവും ഒന്നാണ് എന്ന ആ ചിന്തയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഈ ദൈവവചനം നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.